ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ മോർണിംഗ് നമ്മുടെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തു. ഇതുപോലെ അടയാണ് കൊടുത്തിരിക്കുന്നത് സ്നാക്സായിട്ട്. നമ്മുടെ പഴയ പെപ്പ പിഗിൻ്റെ സ്നാക്സ് ബോക്സ് മാറ്റിയിട്ട് പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ടോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൂട്ട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആപ്പിളാണ്. ഗ്രീൻ ആപ്പിളും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല റെഡ് പ്ലമ്മും കളറ് കണ്ടിട്ടാണ് ഈ പ്ലം വാങ്ങിയിരിക്കുന്നത്. അത് അടിപൊളി കളറായിരുന്നു, പക്ഷേ ഭയങ്കര പുളിയായിപ്പോയി. ഇനി ലഞ്ച് ബോക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഞ്ച് ബോക്സിന് പൂരിയാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യം നമ്മുടെ കുക്കുംബർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് എന്നും കുക്കുംബർ കഴിക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹൈഡ്രേഷനൊക്കെ കിട്ടുമല്ലോ. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ചു. പിന്നെ പൂരി ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് പെട്ടെന്ന് എടുത്ത് മുറിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ കട്ട് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. ചോറ് കൊണ്ടുപോകുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ദിവസം കടിയാക്കുന്നത്. ഞാൻ അരിയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കടിയാണ് കൊടുക്കാറ്, പക്ഷേ പൊടിയെല്ലാം തീർന്നതുകൊണ്ട് തന്നെ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അവളുടെ വൺ ഓഫ് ഫേവറേറ്റ് ഫുഡാണ്. ഇതും ദോശയെല്ലാം ആണെങ്കിൽ അവൾ നന്നായിട്ട് കഴിക്കും. അപ്പം നമ്മുടെ മോർണിംഗിലെ ഏറ്റവും വലിയ പരിപാടി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടാസ്ക്. പിന്നെ അവളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും. അപ്പോഴത്തേന് ഇതാ അടുത്ത ആൾ എണീച്ചിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ നല്ല ചിരിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിന്റെ മോളെവിടെ? എന്ത് ക്യൂട്ടാണല്ലേ. നമ്മുടെ വീട്ടിൽ ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഇതുപോലെ നമ്മൾ പാത്രത്തിലൊന്നും ആക്കി വെക്കാറൊന്നുമില്ല. നമ്മൾ എന്താ ഉണ്ടാക്കിയ ആ പ്ലേറ്റോടെയാണ് വെക്കാറ്. ഇന്ന് ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവളുടെ നഖങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു. നഖം നന്നായിട്ട് തന്നെ വളർന്നിരുന്നു. പിന്നെ കുറച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ചു, പക്ഷെ ഭയങ്കര മാന്തുന്നത് ഭയങ്കര വേദന, അതുകൊണ്ട് പിന്നെ വെട്ടിക്കൊടുത്തു. കാരണം ചെറിയ നഖം വെട്ടുമ്പോൾ അവരെ കൈ മുറിയോ എന്നുള്ളൊരു പേടി. പിന്നെ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നല്ല അവളുടെ നഖം വെട്ടാറ്. ഉറക്കത്തിൽ തന്നെ നമ്മൾ വെട്ടി ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാവുമ്പോൾ അവർക്ക് ഇങ്ങനെ നെയിൽ ക്ലിപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാവും. അപ്പോൾ ഇത് ആദ്യം തന്നെ കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ചെയ്യുന്ന അത്ര എളുപ്പമൊന്നുമല്ല, ഭയങ്കര കച്ചറയാണ്. അപ്പം നമ്മളിങ്ങനെ സോപ്പ് ചെയ്ത് ഇങ്ങനെ വരണം. കുറച്ച് നേരം നിർത്തിയിട്ടും അവരെ കരച്ചിൽ മാറ്റിയിട്ടും അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഞാനിങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. ഇപ്പം കുറേയൊക്കെ ഇതിൻ്റെ സൗണ്ട്, ഈ കിലുക്കിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവളുടെ കരച്ചിൽ മാറ്റാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതെപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വെക്കും, അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏജിലുള്ള മക്കൾക്ക് നമ്മൾ ഈ ടോയ്സ് അല്ലേ കളിക്കാൻ കൊടുക്കുകയുള്ളൂ. സൗണ്ട്സും കളേഴ്സുമാണ് അവർ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുക. സൗണ്ട്സ് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ, അതുപോലെ കളേഴ്സ് കാണുന്ന നല്ല കളേഴ്സൊക്കെ കാണുമ്പോൾ അവർ അതിലേക്ക് ശ്രദ്ധിക്കും. അതൊക്കെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യണം. അങ്ങനെ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കും വേണം. ഇപ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഹിയറിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യും. പിന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോഴൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ അവർക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങളുടെ യുദ്ധം കഴിഞ്ഞു. നഖങ്ങളൊക്കെ ക്ലീനായി. അവൾ കരച്ചിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ ബെഡിൽ ഇങ്ങനെ കിടത്തും. എന്നിട്ട് ഞാൻ എൻ്റെ ആ ഭാഗത്തുള്ള പണികളൊക്കെ ഒന്ന് തീർക്കും. പിന്നെ ബെഡൊന്നും വിരിച്ചിട്ടില്ലായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നിന്നു. മോളെ വെച്ചെല്ലാം പണിയെടുക്കുക പറയുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. കാരണം അവർ എപ്പോഴാണ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു 10-20 മിനിറ്റ് പോവും. അതുപോലെ അവർ കരയുന്ന സമയത്ത് നമ്മൾ എടുത്ത് നടക്കണം. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അവർ കുറച്ച് വലുതാവും വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ അവരുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് എല്ലാം കാര്യങ്ങളൊക്കെ തീർക്കും. അതിനുശേഷം അലക്കലും എല്ലാം തീർത്തിട്ട് പിന്നെ മോളെ കുളിപ്പിച്ച് ഉറക്കുകയാണ് ചെയ്യാറ്. അവൾ ഉറങ്ങിയതിന് ശേഷമേ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അവളിങ്ങനെ കരയുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് കുക്കുംബർ എടുത്തിട്ട് അത് ജ്യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഉറക്കമൊന്നും ശരിക്കും റെഡി ആവാത്തത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെമഡി. പിന്നെ ലഞ്ച് ടൈമായി മീനും കറിയും മീൻ പൊരിച്ചതും ചിക്കൻ ഫ്രൈ ചെയ്തതും എല്ലാം ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ വെച്ചുണ്ടാക്കിയ അതേ ചട്ടിയിലും കുക്കറിലും തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങും. അപ്പോഴത്തേന് 4 മണിയാകുമ്പോൾ മോളെ ബസ് വരും. വീടിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ മതി, അവളുടെ ബസ് അവിടെയാണ് നിർത്തുക. അതിനുശേഷം കടയിൽ പോയിട്ട് അവൾ കുറച്ച് മിഠായി എല്ലാം വാങ്ങും. ഇത് പതിവാണ്. അതിനുശേഷം ഞാനൊരു റെസിപ്പി ചെയ്തിരുന്നു, നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്നത്. റെസിപ്പി വീഡിയോ ഉടൻ ഇടുന്നതാണ്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.